ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേക്ക് ഗസ്റ്റായിട്ട് വന്നതാണ് ചാക്കോച്ചൻ. ചാക്കോച്ചന് കിട്ടുന്ന ഒരു സ്നേഹവും ആളുകൾ ചാക്കോച്ചനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കി വരുന്നത്, ഈവൻ ടീച്ചേഴ്സ് വരെ ക്ലാസ്സിലൊക്കെ നമ്മളെ വിറപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി പോയി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് ആ മൊമെന്റിലാണ് ഞാൻ അയ്യോ എനിക്കും ആവണം സിനിമാ നടി എന്ന് തീരുമാനിച്ചത്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മളെ ഇൻസ്പയർ ചെയ്ത, ഈവൻ ആക്ടിങ്ങിലൂടെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഒരാളായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ആ സെഗ്മെന്റ് കഴിഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഏതൊരു പ്രൊഫഷനോ ആയിക്കോട്ടെ, നമുക്കതൊരു ഈസി ആയിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മളൊരു പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും, സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ. സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ത്രൂ ഔട്ട് ഒരു ആക്ടിങ് ജേർണിയിൽ? എങ്ങനെയാണ് താങ്കൾ അത് ഹാൻഡിൽ ചെയ്തത്, അത് ഓവർകം ചെയ്തത്? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നും ഒരു സക്സസും എളുപ്പം കിട്ടുന്നതല്ല. നമുക്ക് എനിക്ക് ഇതിലേക്കുള്ള എൻട്രി വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഞാനിപ്പം 2013 സ്റ്റാർട്ട് ചെയ്ത, ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം എത്ര വർഷമായി, 13 ഇയേഴ്സ് ആവുന്നു. അപ്പോൾ ഇത്രയും വർഷത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകൾ എന്നെ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരിക്കലും ഒരു ഒരു ഈ പ്രോസസ്സ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എളുപ്പമുള്ളതല്ല. എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്നാൽ നിങ്ങൾ പിന്നെ കാണൂല സിനിമ എന്നുള്ളത്. അത്ര ബോറിംഗ് ആണ് ആക്ച്വലി ഷൂട്ടിംഗ് എന്ന് പറയുന്നത്.